ഇമ്മാനുവൽ മാർത്തോമാ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു കഥാവിഷ്കരണം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ സദയം അവതരിപ്പിച്ചു. മറിയയുടെ പേര് പോലെ തന്നെയായിരുന്നു ജീവിതവും. കന്യകയായ മറിയ ഗർഭം ധരിക്കുന്നത് മുതൽ പിന്നീടുള്ള ജീവിതം കയ്പ് നിറഞ്ഞതായിരുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. മറിയയുടെ മാതാപിതാക്കളെക്കുറിച്ചും ഗോത്രത്തെക്കുറിച്ചും ഒന്നും തന്നെയും വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നില്ല. എന്നാൽ യോഹന്നാന്റെ മാതാവ് എലിസബത്തിനെ കുറിച്ചും വേദപുസ്തകം പറയുന്നത് എലിസബത്ത് ലേവി ഗോത്രത്തിൽ പിറന്നവളായിരുന്നു എന്നാണ്. എലിസബത്ത് മറിയയുടെ ചർച്ചക്കാരിയായതുകൊണ്ട് മറിയയും ലേവി ഗോത്രത്തിൽ പിറന്നവൾ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആദിമ ക്രിസ്ത്യാനികൾക്കുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത് മറിയയുടെ മാതാപിതാക്കൾ യോവാക്കീമും ഹന്നായും ആയിരുന്നു. കന്യകയായ മറിയയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഗബ്രിയേൽ ദൂതൻ അവളുടെ അരികിൽ വരുന്നത് മൂലമാണ്. മറിയയുടെ കുടുംബം യഹൂദ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു. വിവാഹത്തിനു മുൻപ് കന്യക ഗർഭം ധരിച്ചാൽ അവളെ കല്ലെറിയണം, നാടുകടത്തണം, അങ്ങനെ വലിയ ശിക്ഷകളുള്ള കാലത്താണ് കന്യകയായ മറിയയുടെ മുൻപിൽ വന്ന് ദൂതൻ നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അത് കേട്ട മറിയ അടിയേറ്റ പോലെ ചലനമറ്റു നിന്നു. ആ നിമിഷം മറിയയുടെ മനസ്സിൽ കൂടി കടന്നുപോയ ചില ചിന്തകൾ രചയിതാവിന്റെ ഭാവനയിൽ ചില സാങ്കല്പിക കഥാപാത്രങ്ങളുടെ പിൻബലത്തോടെ അവതരിപ്പിക്കുന്നു. എല്ലാവരും ശ്രദ്ധയോടെ വീക്ഷിക്കുകയും കഥ സിനിമ കുന്നത്ത് സംവിധാനം ടിജു തമ്പി നേനൻ. എല്ലാവരും ശ്രദ്ധയോടെ വീക്ഷിക്കുകയും കൃപണിച്ചുകൂടി നിനക്ക് വാർത്തകൾ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വന്ദന സ്വരം. മറിയേ, ഭയപ്പെടേണ്ട. ഞാൻ ഗബ്രിയേൽ ദൂതനാണ്. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് വരുന്നു. നിന്നോടൊരു സദ്വർത്തമാനം അറിയിക്കാൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കുക. അവൻ വലിയവനാകും. അവൻ്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അതിന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. പുരുഷനായിരിക്കാൻ ഇതെങ്ങനെ സംഭവിക്കും? മാത്രമല്ല, കന്യകയെ ഞാൻ ഗർഭം ധരിച്ചാൽ ഈ സമൂഹം എന്നെ എനിക്കറിയില്ല. വെള്ളമെടുക്കുവാൻ പുറത്തുപോയവൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നു. രോഗം നിറഞ്ഞാൽ പിന്നെ നമ്മളുണ്ടായില്ല. 1000 കണത്തിന്റെ വായടക്കും. പക്ഷേ ഒരു മനുഷ്യന് വായടക്കുവാൻ നമുക്ക് കഴിയില്ല. നിങ്ങളിങ്ങനെ ഒച്ച വെക്കാതെ പുറത്താരെങ്കിലും അറിഞ്ഞാൽ ഇവിടെ ഭൂകമ്പമുണ്ടാകും. ഞാൻ അവളോട് വിശദമായൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ. നിങ്ങൾ പോയി വിശ്രമിക്കും. എങ്ങനെ വിശ്രമിക്കണമെന്നാണ് ഈ പറയുന്നത്? എൻ്റെ പിതാക്കന്മാരുടെ തലമുറയിൽ പോലും
ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പുറലോകം ഇതറിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളിങ്ങനെ ഒച്ച വെക്കാതെ. എന്റെ സഹോദരത്തിനുണ്ടല്ലോ അസ്കർ, അവനെങ്ങാനും അറിഞ്ഞാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാകും. എന്റെ ദൈവമേ, എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യും, നീ പോയി അവളോട് ചോദിക്കൂ. ഇതിന് കാരണക്കാരൻ ആരാണെന്നും അവൻ ഏത് ഗോത്രക്കാരനാണെന്നും ചോദിക്കും. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ശിക്ഷ നൽകാൻ ഞങ്ങൾ എന്ത് കുറ്റമാ ചെയ്തത്? ഞാൻ അവളോട് ചോദിച്ചാൽ പിന്നെ അവൾ ബാക്കിയുണ്ടാവില്ല. അലിയാ, ആകെ കുഴപ്പമായി. ഇനി അറിയാൻ ആരും ബാക്കിയില്ല. എന്താണ് പിന്നല്ലാതെ ചന്തയ്ക്ക് ചുറ്റും നിരന്തരമായില്ലേ അവരെ ഓടിച്ച്. പിന്നെ ജനങ്ങൾ കാണാതിരിക്കുമോ? ഏതോ ഒരു തെരുവനായ ഇവിടത്തേക്ക് മീനും വാങ്ങിയല്ലോ വരാതായിരുന്നു. അവര് എന്റെ പിന്നാലെ കൂടിയിരുന്നേ. മീനും കടിക്കാൻ പോയതേ ഉള്ളൂ. അങ്ങനെയാ പട്ടി. മാനഹായൻ പോയത് പോയി. പിന്നെ അല്ല, എവിടെ കൊള്ളാവുണ്ട്. നായയുടെ കടി കിട്ടാൻ രക്ഷപ്പെട്ടു. എവിടെ എന്റെ സഹോദരി മറിയ? മറിയേ, മോളെ, മറിയേ. വിവാഹം നിശ്ചയിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും അവൻ സ്വപ്നമായി. നീ എന്ത് ചുമ്മാ നിരീക്ഷ? ഞാൻ ചിന്തിച്ചത് അതല്ല. അവളുടെ മുഖം ഞാൻ മനസ്സിൽ ഓർത്തിട്ട് ശ്രമിക്കാതെ ശ്രമിച്ചിട്ടും അവൾ പിടിതരില്ല. ഇനിയുള്ള ജീവിതത്തിന്റെ സുഖത്തിനും ദുഃഖത്തിനും ഒരുമിച്ച് നിൽക്കേണ്ടതാണല്ലോ. ഞങ്ങൾ എന്തെടുക്കും? തീരുമാനം ഞാൻ പറയാം, നീ കെട്ടിയാൽ മതി. പിന്നെ സൗന്ദര്യം കണ്ട് മാത്രം ഒരു തീരുമാനം പറയരുത്, എല്ലാം വീക്ഷിക്കണം. സൗന്ദര്യം മാത്രമല്ല, മറ്റുള്ളവരുടെ സംസാരവും വിലക്കിയവരോടുള്ള അവസരമേ അങ്ങനെയല്ല. ഞാൻ കണ്ടതാണ്, അറിഞ്ഞതാണ്. ഇനി എനിക്ക് ഒന്നും ചിന്തിക്കാൻ. അത് ശരി, ഇപ്പോൾ ഞാനെന്ത് പറയാൻ? ഞാൻ ചിന്തിച്ചത് അതല്ല. ഇനി ചിലവുകൾ കൂടി വരികയാണ്. ഈ ഗ്രാമത്തിന്റെ എല്ലാ കൊച്ചിന്റെ മക്കളും എനിക്ക് ഏറ്റെടുക്കണം. അതെല്ലാം ശരിയാണ്. യഹോവയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പിന്നെ നിനക്ക് മറിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഓ, അവന്റെ നാണം നമുക്കെല്ലാം ശരിയാക്കാം. എങ്ങനെ? ഓ, അവന്റെ തിലകം കണ്ടില്ലേ? ആ മറിയുടെ അമ്മാച്ചൻ. അയ്യോ, അത് വേണോ? ആരെങ്കിലും പറഞ്ഞേ? അതൊന്നും സാരമില്ല. മറിയുടെ അമ്മാച്ചനുണ്ടല്ലോ ആസ്കർ, അവന്റെ അടുത്ത ചങ്ങാതിയാണ്. ഇത് മനസ്സിലാണ്. ഞാൻ ശരിയാക്കി തരാം. എന്റെ യഹോവേ, ഇപ്പോഴേ എന്റെ കൈയും കാലം കുറയ്ക്കുന്നു. നീ അന്നേരം എന്താകുമോ എന്തോ. എന്താണ് പറഞ്ഞത്? എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയണ്ട. എടാ പതുക്കെ, പുറത്താരെങ്കിലും കേട്ടാ? എനിക്കാരെ പേടിയൊന്നുമില്ല. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഇപ്പോൾ അവൾ ഗർഭിണിയാണ്. എന്റെ അമ്മേ, ഗർഭിണി? എപ്പോൾ? എങ്ങനെ? കല്യാണം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ. പെട്ടെന്ന് എടാ പതുക്കെ, പുറത്താരെങ്കിലും കേട്ടാൽ? ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നാലും എന്റെ യോസഫേ, നീ ആള് കൊള്ളാലോ. ഞാൻ പോലെ എങ്ങനെ വന്നു? യോസഫ് അല്ല എന്നാണ് അവൾ പറയുന്നത്. അവൾ കന്യക തന്നെയാണ്. ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്നാലും ഞാൻ അറിയാത്ത ഏത് ഒരു കാര്യം ചെയ്യും. അവരോട് ഇവിടെ വരെ വരാം. ഞാൻ ചോദിക്കാം. അവൾ പറയും, അത് ഉറപ്പാണ്. ചെല്ല്.
അവളുടെ ആശ്വാസത്തിന് വേണ്ടി ഞാൻ അങ്ങനെ വന്നു. ഇനി എന്റെ ആശ്വാസത്തിന് ആരും കൂടെ നിൽക്കുമോ? ആരാ ആരാന്നാ പറഞ്ഞേ? ഏ ഞാൻ മേടിച്ചില്ല കേട്ടോ. എന്തോ ഈ വഴി ആ വഴിയോ കൂടെ അതല്ല ഒരു കാര്യമുണ്ട്, നീ ഒന്ന് കാണാമല്ലോ. എല്ലാം തന്നു ഇവര് പറഞ്ഞു. അറിഞ്ഞു. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? അറിഞ്ഞതിനേക്കാൾ എന്ത് വിശേഷം ഉണ്ടാവാനാ? അത് ശരിയാണ്, എനിക്ക് സന്തോഷമുണ്ട്. ജോസഫ് നല്ലവനാണ്. അവൻ നല്ല അധ്വാനിയും സ്നേഹസമ്പൂർണ്ണനും. അവൻ മറിയയ്ക്ക് പറ്റിയവനാണ്. അതുകൊണ്ടാണല്ലോ മറിയയ്ക്ക് ജോസഫിനെ തീരുമാനിച്ചത്. പിന്നെ നീ തെറ്റിദ്ധരിക്കുന്നു. യഹൂദ നിയമങ്ങൾക്ക് വിരോധമാണെന്നറിയാം, എന്നാൽ നീ അത് സമ്മതിക്കണം. നീ എന്തുവാ പറഞ്ഞു വരുന്നത്? അത് പിന്നെ യോസേഫിന് നീ ഒന്ന് കാണണമെന്നുണ്ട്. നീ കോപിക്കണ്ട, ഊരിൽ നിന്ന് മതി. മറിയ ദേവാലയത്തിൽ പോകുമ്പോൾ നീ വന്നാൽ മതി. നീ പറഞ്ഞാൽ മതി, എന്നോട് വന്നാൽ മതി കേട്ടോ. ഞാൻ അവനെ പറഞ്ഞിടാം. ഓക്കെ? അപ്പോഴേ അവിടേക്ക് വാ. എന്റെ അനിയ വരുന്നുണ്ട്, എന്നെ കാണണ്ട. ശരിയോ? എന്റെ ദൈവമേ, വെള്ളമെടുക്കാൻ പോയപ്പോഴാ ദൂതനെ കണ്ടു. ഇനി ദേവാലയത്തിൽ പോകുമ്പോൾ എത്ര ദൂതന്മാർ കാണുവോ എന്തോ. നമസ്കാരം. ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് ഇതൊക്കെ കേട്ടാൽ പിന്നെ ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ. അളിയൻ എവിടെ പോയിരുന്നു? ഞാൻ പട്ടണത്തിൽ കൂടെ പോയി. ഇവിടെ നിന്നിട്ട് മനസ്സിനൊരു സമാധാനമില്ല. അല്ല, അവൾ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചു? ഉവ്വ്, ഒരു ദൂതന്റെ കഥ. ഞാൻ അവരവിടെ ഉണ്ടോ നോക്കിയിട്ട് വരാം. എന്റെ കയ്യെ കിട്ടിയാലോ ദൂതന്റെ രൂപവും കാണില്ല. എന്റെ ദൈവമേ, ഇനി ഇവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു? എവിടെയായിരുന്നു? പറയാതെ പോയത് എങ്ങോട്ടാണ്? ഞാൻ പട്ടണത്തിൽ വരട്ടെ. ഇവിടെ ഇരുന്നിട്ട് മനസ്സിന്റെ താളം തെറ്റുന്നത് പോലെ എനിക്ക് തോന്നി. ഇങ്ങനെ ഒരു പരീക്ഷ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അല്ല, മക്കളെ അവരുടെ എത്രയും ഉന്നതിയിൽ എത്തിക്കാൻ നമ്മൾ പാടുപെട്ട് അവരെ പഠിപ്പിക്കുന്നു, അവരെ വളർത്തുന്നു. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കത് സഹിക്കാൻ നോക്കില്ല. നിങ്ങൾ വിഷമിക്കരുത്. യഹോവ എന്തെങ്കിലും വഴി തുറക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ? നമുക്ക് എത്രയും വേഗം യോസഫിനെ കൊണ്ട് അവരുടെ വിവാഹം നടത്താൻ നിർബന്ധിച്ചാലോ? അത് പാടില്ല. യോസഫ് വളരെ നല്ലവനാണ്. അവനെ ചതിക്കുന്നത് ശരിയല്ല. പുറലോകം ഇറങ്ങിയിട്ട് നമ്മുടെ ജീവിതം പുരോഹിതവർഗം, ചാർച്ചക്കാർ, നാട്ടുകാർ, ഇവരെല്ലാവരും കൂടി നമ്മളെ കല്ലെറിഞ്ഞ് കൊല്ലും. എനിക്കില്ല. നമുക്കിവിടുന്ന് പലായനം ചെയ്ത് മറ്റെവിടേക്കെങ്കിലും പോയാലോ? ആരും അറിയാതെ. അതെ, അത് തന്നെയാണ് ശരി. നമുക്ക് ആരും നമ്മളെ എത്തിപ്പിടിക്കാത്ത ഏതെങ്കിലും നാട്ടിലേക്ക് പലായനം ചെയ്തു പോകാം. എന്താണ് പലായനം ചെയ്യുന്ന കാര്യം? ഗോത്രക്കാരും നാട്ടുകാരും കൊല്ലുന്നതിന് മുമ്പ് നമുക്കിവിടുന്ന് പോകണം. എവിടേക്ക്? അറിയില്ല, എവിടേക്കെങ്കിലും പോകാം. അവിടെ നിന്റെ വിവാഹം എല്ലാവരും കാണെ ഏറ്റവും ആർഭാടമായിട്ട് നടത്തണമെന്നായിരുന്നു അവിടേക്ക് ആഗ്രഹം. പക്ഷേ അതിന് നമുക്ക് വിധിയില്ല. നാട്ടുകാരും വരും തലമുറയും ഒക്കെ നമ്മുടെ ഈ പലായനത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയി പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ ഞാനൊന്ന് പുറത്തു വരെ പോയി. എന്റെ യഹോവേ, നാം ഇതുവരെ നിന്റെ തിരുവഴുത്തിനെ അനുസരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ കാരണം ഈ കുടുംബം, ഈ വീട്, ഈ നാട്, സ്നേഹിതരൊക്കെ വിട്ട് പലായനം ചെയ്യാനായി ഒരുങ്ങുന്നു. ഇവിടെ എവിടെ എന്താ അങ്ങ് അങ്ങെന്താണ് ഇവിടെ? പിന്നെ ഞാൻ എവിടെ പോയി ചോദിക്കണം? ഞാൻ കേട്ടത് ശരിയാണ്. അങ്ങ് എന്താണ് കേട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. നീ ഗർഭിണിയാണെന്ന് ഞാൻ കേട്ടു. അതോ മറ്റു കൊല്ലക്കാർ പഠനം നടക്കുന്നതാണോ? എനിക്കറിയണം. ഞാൻ പറയുന്നത് അങ്ങ് ക്ഷമയോടൊന്ന് കേൾക്കണം. നീ പറയൂ. അങ്ങ് കേട്ടത് സത്യമാണ്. എന്ത്? എന്റെ യഹോവേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? അതെ,
വിവാഹം നിശ്ചയിച്ച നാൾ മുതൽ എന്റെ ഹൃദയത്തിൽ അങ്ങേ പ്രതിഷ്ഠകളാണ് ഞാൻ. എനിക്കുണ്ടായ അനുഭവം ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. എങ്ങനെ വിശ്വസിക്കും? മനുഷ്യന്റെ ചിന്തയ്ക്ക് അപ്പുറത്താണ്. ഞാൻ വെള്ളമെടുക്കാൻ പോയപ്പോൾ ഒരു ദൂതൻ എന്നോട് വന്ന് എന്തൊക്കെയോ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് ഞാൻ എങ്ങനെ വീട്ടിലെത്തിയെന്ന് പോലും എനിക്കറിയില്ല. എന്ത് പുരുഷനെ അറിയാത്ത നീ ഗർഭം ധരിച്ചെന്നു ചരിത്രത്തിൽ പോലും വായിച്ചായി ഞാൻ ഓർക്കുന്നില്ല. എന്റെ അടുത്ത് പൊടിയിടാൻ നീ നോക്കരുത്. അങ്ങ് എന്നെ ഒന്ന് വിശ്വസിക്കും. ഞാൻ അങ്ങ് എത്രമാത്രം സ്നേഹിച്ചിട്ടുള്ളത് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? മതി. നിനക്കറിയാമോ, ഇന്ന് വരെ എന്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുടെ മുഖം ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ദേവാലയവും വീടുമായിരുന്നു എന്റെ ലോകം. നായപ്പനാണെന്ന തിരുവഴുത്തുകൾ മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നടി. അങ്ങയുടെ അതേ അവസ്ഥയാണ് എനിക്ക്. ശരീരത്തിനും മനസ്സിനും ഒരുതരം മരവിപ്പാണ്. ഇപ്പോൾ അങ്ങേ കണ്ടപ്പോൾ അത് ഇരട്ടിയായി. എന്തായാലും ഞാനെന്ന് പറയാം, എനിക്ക് നിന്നെ സ്വീകരിക്കാനാവില്ല. ആളുകൾ അറിയുന്ന നമ്മൾ എവിടെയെങ്കിലും ഒരു രക്ഷപ്പെടും. ഞാൻ നിന്നെ ആർക്കും കാണിച്ചു കൊടുക്കില്ല. കാരണം ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിച്ചു. എന്റെ ദൈവമേ, എനിക്ക് പിടിച്ചു നിൽക്കാനായി സാധിക്കുന്നില്ല. ഇത് നാട്ടുകാരല്ല, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അപ്പന്റെ അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ അതിന് വിഷമം. തീർന്നു, എല്ലാം തീർന്നു, എല്ലാം അറിഞ്ഞിരിക്കുന്നു. എന്താണ് പറയുന്നത്? തെളിച്ചു പറ. ഞാൻ പട്ടണത്തിൽ വരുന്നത് പോയതാണ്. അവിടെ ചെന്നപ്പോൾ നാട്ടുകാരെല്ലാം മരിയ ഗർഭിണിയായി വരുന്ന രഹസ്യമായി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ അവിടെ നിന്ന് അപ്പോഴേ ഇങ്ങോട്ട് ഓടി പോരുന്നതാണ്. എന്റെ പേടി ആരെങ്കിലും എനിക്ക് മുമ്പായി ഇവിടെ എത്തിയിരിക്കുമോ എന്നതായിരുന്നു. എന്നാ നീ അകത്തേക്ക് പോകും. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കണം. നിങ്ങളുണ്ടായിരുന്നു ഇത്രയൊക്കെ ആയിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ നിങ്ങൾക്ക് നാളമില്ല. എവിടെയാണ് എനിക്ക് സംസാരിക്കണം? ഞങ്ങളെ ഇനി തളർത്തരുത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ആകെ തളർന്നിരിക്കുകയാണ്. എന്ത് തളർത്തരുത്? ഒരു പാവയുമാരെ പറ്റിക്കാൻ എങ്ങനെ മനസ്സിൽ വന്നു? ഇങ്ങനെ അമാനം വരുത്തി വെച്ചിട്ട് അവളെവിടെ? അല്ലറിയണം, അവളെ ഇനി ജീവിക്കാൻ വെച്ചുകൂടാ. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഇല്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല. നിയമപ്രകാരം നിങ്ങൾക്ക് ഇനി ജീവിക്കാൻ അവകാശമില്ല. ദൈവമേ, എല്ലാവരും കൂടിയാകും എന്റെ മരണം. എന്റെ ദൈവമേ, ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ശിക്ഷയോ? എല്ലാം അറിഞ്ഞിരിക്കുന്നു. ആ ഇസൈക്ക് വന്നിട്ട് പോയതുള്ളൂ. അവൻ നാട്ടുകാരെ കുറിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ശരി, എന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. വലിയൊരു കാര്യം ചെയ്യും, എല്ലാം ഒരുക്കുക. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പാരായണം ചെയ്യുകയാണ്. എന്നാലിപ്പോ ഒരുക്കുക, ഞാൻ ഇവിടെ ഉണ്ടാവും. എന്നാലും നാട്ടുകാരെ എങ്ങനെ അറിഞ്ഞു? ചിലപ്പോൾ ഞാൻ നീരോടെ ദൂതിനെ പോലെ വിളിക്കുന്നതായി കേട്ടുള്ളൂ. എന്നാൽ ഇഷ എങ്ങനെ അറിഞ്ഞു? മറ്റുള്ളവരെ ഉദ്ധരിക്കുന്ന ഒരു അവസരം വെറുതെ കളയുന്നു. അവനോട് രണ്ട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ വെറുതെ വിട്ടാകും. അല്ല അടിച്ച ഓ കഴുതിയായിരുന്നു. ഈ
മറി, നീ ചിന്തിച്ചതുപോലെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. അതോർത്ത് നീ ചഞ്ചലപ്പെടേണ്ട. ഇപ്പോൾ നിനക്ക് വിവാഹം നിശ്ചയിച്ച യോസഫ് ദൈവശബ്ദം കേട്ടിരിക്കുന്നു. അതിനാൽ അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അത് മാത്രമല്ല, നിന്റെ ചർച്ചക്കാരി മച്ചി എന്ന മുദ്രകുത്തിയ എലിശബത്തിന് ഇത് 6-ാം മാസം. ദൈവത്താൽ അസാധ്യമായത് ഒന്നും തന്നെയും ഇല്ല. ഇല്ല, ഇല്ല, ഇതൊരിക്കലും സംഭവിച്ചുകൂടാ. കയ്പ് നിറഞ്ഞ ജീവിതത്തിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകും, മറിയെ പോലെ. എന്നാൽ നിന്നെ കരുതുന്ന ഒരു ദൈവം ഉണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്താൽ മാറ മധുരമായി തീരും. എല്ലാവർക്കും നന്ദി. അണിയറയിൽ എത്തിച്ചവർ നമുക്ക് പരിചയപ്പെടാം. മറിയ, ബിനില, യോവാക്യം, ബിനോയ്, ഹന്ന, റാണി, ദൂതൻ, ജോബി, അക്സർ, അമൽ, ഇഷ, ടിജു, ജോസഫ്, റോസൻ. രംഗസജ്ജീകരണം ജെയ്സൺ ആൻഡ് ടിനീഷ്. ശബ്ദവും വിളിച്ചു ഏക